നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്താണ് നടക്കുന്നത്? മതവിശ്വാസങ്ങൾ എല്ലാവർക്കും വേണം. എല്ലാ മതത്തോടും വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ അവരവരുടെ വിശ്വാസങ്ങളൊക്കെ വേണം. പക്ഷേ അതൊരു അന്ധവിശ്വാസങ്ങളാകരുത്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാര്യം, മന്ത്രവാദത്തിൻ്റെ മറവിൽ പീഡനം. ഒരുപാട് മുന്നേ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇതുപോലെ പല ന്യൂസുകളും വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് പറയണമെങ്കിൽ സ്ത്രീകൾ പഠിക്കുന്നില്ല. എത്രയോ ന്യൂസുകൾ എന്തെല്ലാം വന്നിട്ടുണ്ട്, എന്നിട്ടും പഠിക്കുന്നില്ല. ഹായ്, ഹലോ ചങ്കുമുത്തുമണികളെ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക്. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടൊരു ലൈക്ക് കൂടി ഒന്ന് അടിച്ചേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുമ്പോൾ, തിരുവനന്തപുരം കിളിമാനൂരിൽ മന്ത്രവാദത്തിൻ്റെ മറകിൽ പീഡനം. അതും പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ, ഒരാളെയുമല്ല, 2 പെൺകുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത 16ഉം 14ഉം ഒക്കെ 13ഉം ഒക്കെ വയസ്സായ ആൾക്കാരെയാണ്. 13 15 വയസ്സായിട്ടുള്ള 2 കുട്ടികൾക്ക്, ആ 2 കുട്ടികളെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. മനസ്സിനെ തന്നെ ഞെരുക്കുന്ന ഈ വാർത്ത. അന്ധവിശ്വാസം എന്ന് പറഞ്ഞ ഒരു സ്വാമിയെ വിളിച്ച് ഏവനോ ഒരുത്തൻ കുറച്ച് പൂന്നുള്ളി വാരിയിട്ട് ഒരു വിളക്കം കത്തിക്കുമ്പോൾ അവനെ പിടിച്ചങ്ങ് സ്വാമിയാക്കും. എന്നിട്ട് അവനെ പിടിച്ച് വീട്ടിൽ കയറ്റി മന്ത്രവാദം ചെയ്യിക്കും. അവസാനം അവരെ മക്കളെയും പീഡിപ്പിച്ചിട്ട് അവൻ പോകും അവൻ്റെ ജോലിയൊക്കെ. ഈ അന്ധവിശ്വാസങ്ങളുടെയൊക്കെ പുറകെ പോകുന്ന നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ, ഇതുപോലെ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്ന സ്ത്രീകളോടാണ് പറയുന്നത്, നിങ്ങളിനി എന്നാ പഠിക്കുന്നത്? സ്വന്തം മക്കളെ മാനം വരെ നഷ്ടപ്പെട്ടിട്ടും പഠിക്കാത്തവരാണോ നിങ്ങൾ? ആദ്യം നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. തിരുവനന്തപുരം കിളിമാനൂരിൽ മന്ത്രവാദത്തിന്റെ മറവിൽ പീഡനം. കടയ്ക്കൽ ചിങ്ങേലി സ്വദേശി ശരത് ബാബുവിനെ കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. സൗഹൃദം സ്ഥാപിച്ച് വീട്ടിലെത്തി പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ പീഡിപ്പിച്ചെന്നാണ് പരാതി. മന്ത്രവാദത്തിന്റെ മറവിൽ മാതാവിന്റെ ദോഷങ്ങൾ മാറുന്നതിനായി ലൈംഗിക ബന്ധത്തിലേർപ്പെടണമെന്ന പെൺകുട്ടികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചായിരുന്നു പീഡനം. വിവരങ്ങളുമായി ദൃശ്യ പുതിയടത്ത് ചേരുന്നുണ്ട്. ദൃശ്യ, ഇതെങ്ങനെയാണ് ഈ വിവരം പുറത്തറിയുന്നത്? എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ? അതുല്യ, 17ഉം 13ഉം വയസ്സുള്ള 2 പെൺകുട്ടികളാണ് പീഡനത്തിനിരയായത്. ചിങ്ങേലി സ്വദേശി ശരത് ബാബുവിനെയാണ് ഇപ്പോൾ കിളിമാനൂർ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അതായത് ഈ മന്ത്രവാദത്തിന്റെ മറവിലാണ് 2 പ്രായപൂർത്തിയാകാത്ത 2 സഹോദരിമാരെയും ഇയാൾ പീഡിപ്പിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് മാതാവിന്റെ ഈ ദോഷങ്ങൾ മാറാനായി ഈ പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. ഇതിനു മുൻപ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണ് ഈ മാതാവും 2 പെൺകുട്ടികളും കൂടി ശരത് ബാബുവിനെ ചെന്ന് കാണുന്നത്. അന്ന് ഇയാൾ മന്ത്രവാദം ചെയ്തു. അതിനുശേഷം ആ സ്ഥലം വിൽക്കേണ്ട ആവശ്യത്തിനായിരുന്നു അന്ന് പോയി കണ്ടത്. പിന്നീട് ആ സ്ഥലം പെട്ടെന്ന് തന്നെ വിറ്റുപോയതോടെയാണ് ഇവർക്ക് ഈ മന്ത്രവാദത്തിലും ഇയാളിലുമുള്ള വിശ്വാസം ഉണ്ടാകുന്നത്. പിന്നീട് ഇയാൾ നിരന്തരം വീട്ടിലെ സന്ദർശകരായി മാറുകയായിരുന്നു. ഇതിനിടയിലാണ് ആ മാതാവിന് ദോഷങ്ങളുണ്ടെന്നും അത് മാറാനായി ഇത്തരത്തിൽ തന്നോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നും ഇയാൾ പെൺകുട്ടികളെ, 17ഉം 13ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെയും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. അതിനുശേഷം 2024 മുതൽ 2026 വരെ നിരന്തരമായി പീഡിപ്പിച്ചു. കേട്ടല്ലോ. അതായത് അവർക്ക് സാമ്പത്തികമായിട്ട് എന്തോ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു സ്വാമി എന്ന് പറയണ ഈ വ്യാജനെ പോയി കണ്ടു, ഈ മന്ത്രവാദിയെ പോയി കണ്ടു. എനിക്ക് സ്ഥലം വിൽക്കാനുണ്ട്, അതൊന്ന് വിറ്റിരുന്നെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരും എന്നും പറഞ്ഞ് പോയി കണ്ടപ്പോൾ അയാൾ എന്തോ ചാശൂശുമൊക്കെ ആക്കി കൊടുത്തു വിട്ടു. ഇത് ആ സ്ഥലം വിൽക്കേണ്ട സമയമായപ്പോൾ അത് സംഭവം ഓട്ടോമാറ്റിക്കലി വിറ്റു. അല്ലാതെ മന്ത്രവാദം ചെയ്തിട്ടാണ് വിറ്റതെന്ന് പറയാൻ പറ്റൂ. അതെങ്ങനെയാവട്ടെ, അതെന്തോ ആവട്ടെ, സംഭവം ആ വസ്തു വിറ്റത് കാരണം എന്ത് പറ്റി? സാമ്പത്തികമായിട്ട് അവർക്ക് ആ മെച്ചങ്ങളൊക്കെ വന്നത് കാരണം ഈ മന്ത്രവാദിയുടെ മുകളിൽ ഇവർക്ക് നല്ല വിശ്വാസമായി. ചക്ക വീണ് മുയലിയാത്തെന്നും പറഞ്ഞുകൊണ്ട് എന്നും അതും വിചാരിച്ചുകൊണ്ട് നടന്ന് അവരെ കാര്യം നടക്കൂ. അപ്പോൾ അത് വിശ്വാസമായപ്പോൾ അടുത്ത പ്രശ്നങ്ങൾക്ക് അമ്മയ്ക്ക് സുഖമില്ല. അതായത് ഈ 2 കുട്ടികളുടെ അമ്മയ്ക്ക് സുഖമില്ല, അവരൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നും പറഞ്ഞിട്ട് ഈ സ്വാമിയെ കാണുകയും, ഈ സ്വാമി പറഞ്ഞത് പ്രകാരം, സ്വാമി പറഞ്ഞിരിക്കുന്ന അമ്മയ്ക്ക് പ്രശ്നമുണ്ട്, അമ്മയുടെ ദോഷങ്ങൾ മാറണമെങ്കിൽ സ്വാമിയുടെ കൂടെ ഈ 2 മക്കളും രതിയിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞ് സ്വാമി ഈ മക്കളെ പറഞ്ഞു ഫലിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഈ 2 പ്രായപൂർത്തിയാവാത്ത 2 പിള്ളേരെയും ഈ സ്വാമി, ഈ വ്യാജൻ ഇയാൾ വെച്ചോണ്ടിരുന്നു.
രണ്ട് പിള്ളേരെയും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2 മക്കളും, ഒരു തള്ളയുണ്ട്, അച്ഛനുണ്ടോ ഇല്ലെന്ന് അറിയില്ല, ഒരമ്മയുണ്ട്, 2 മക്കളും ഉണ്ട്. ഈ 2 മക്കളും എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാതിരിക്കുമോ ഈ അമ്മ? അങ്ങനെയാണ് എങ്കിൽ, അറിയാത്തൊരമ്മയാണെന്നുണ്ടെങ്കിൽ അത് അമ്മയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ 2 പെൺമക്കൾ, ഒരാളിപ്പോൾ അപ്പുറത്തോ അപ്പുറത്തോ മാറി നിന്നാലും ഒരാളെങ്കിലും വീട്ടിൽ കാണും. ഈ 2 പേരും പോകുന്നു, 2 പേരും എങ്ങോട്ട് പോയെന്നറിയുന്നില്ല. അപ്പോൾ ഈ 2 പേരെയും ഈ 2024 തൊട്ട് 2026 വരെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. 2 വർഷം ഈ 2 കുട്ടികളെയും, ഈ 2 പെൺകുട്ടികളെയും ഈ മന്ത്രവാദത്തിൻ്റെ പേരിൽ ഇയാൾ അമ്മയ്ക്ക് അസുഖം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഫലിപ്പിച്ച് ആ 2 പിള്ളേരെയും 2 വർഷം പീഡിപ്പിച്ചു എന്ന്. അതായത് ഈ അവർ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ് കിളിമാനൂർ. ആ വാടക വീട്ടിലും അവിടെ വെച്ചും പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഏതോ ഹോട്ടൽ റൂമിലും കൊണ്ടുപോയൊക്കെയാണ് പീഡനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ തിരുവനന്തപുരം ഹോട്ടൽ റൂമിലൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും അത്രയും ദൂരം പോകുന്നുണ്ടെങ്കിൽ അമ്മ അറിയാതെ പോകുമോ? അപ്പോൾ അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടോ? അമ്മ അറിഞ്ഞുകൊണ്ടാണോ മക്കളെ കാഴ്ചവെച്ചത്? ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഈ ദുരൂഹതയെല്ലാം ചുരുളഴിഞ്ഞ് തന്നെ ആവണം. പോലീസ് കേസെടുത്തു, ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ റിമാൻഡിലായിട്ടുണ്ട്. ഇനി അവൻ്റെ കേസ് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ അറിയാൻ കഴിയൂ. എന്തായാലും ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് വലിയൊരു ദോഷം തന്നെയാണ്. നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. നിരന്തരമായി പീഡിപ്പിച്ചു. വാടക വീട്ടിലും കിളിമാനൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള വാടക വീട്ടിലും മെഡിക്കൽ കോളേജിന്റെ പരിസരത്തുള്ള ലോഡ്ജിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടികളുടെ മൊഴിയുള്ളത്. പെൺകുട്ടികൾ നിരന്തരം പീഡനം സഹിക്കാൻ വയ്യാതായതോടുകൂടിയാണ് മാതാവിനെ അറിയിക്കുന്നത്. 2 കുട്ടികളും പീഡനത്തിനിരയായി എന്നും മനസ്സിലാക്കിയ മാതാവ് സ്നേഹിതയിൽ അറിയിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് കിളിമാനൂർ പോലീസിലേക്ക് വിവരം എത്തുന്നതും പിന്നീട് ഇയാൾ ഒളിവിൽ പോയ ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു പീഡനമാണ് കുട്ടികൾക്കെതിരെ നടന്നിരിക്കുന്നത്. അതും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെയാണ് പീഡനം നടന്നിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള നടപടികൾ, പോലീസിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് കൂടി എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നുള്ള ഇയാളുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും നടപടികളിലേക്കും കൂടി പോലീസ് കടക്കുകയാണ്. ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മാതാവിന്റെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ മാതാവിന്റെ ദോഷം മാറാനായാണ് ഇയാളെ വീണ്ടും ആ ഒരു പേര് പറഞ്ഞാണ് ഇയാൾ പീഡിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാവിന് ഇതുമായി ബന്ധമുണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയുള്ള പെൺകുട്ടികളുടെ മൊഴിയിൽ മാതാവിന് ഇതിൽ പങ്കില്ല. പക്ഷെ ഈ മാതാവിന്റെ പേരിൽ പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. നിരന്തരം 2 വർഷത്തോളം 2024 മുതൽ 2026 വരെ നിരന്തരമായി പീഡിപ്പിച്ചു എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ പോലീസിന് കുട്ടികൾ നൽകിയിരിക്കുന്നത്. ഈ മന്ത്രവാദത്തിൻ്റെ മറവിൽ ഇതുപോലുള്ള പീഡനങ്ങൾ നടന്നിട്ടും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇത് അവർ ഹോട്ടൽ റൂമിലും വാടക വീട്ടിലും ഒക്കെ വെച്ച് പീഡിപ്പിച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഇയാൾ അറിഞ്ഞുവെന്ന്, അതായത് വീട്ടുകാർ അറിഞ്ഞതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് കാരണമായിരിക്കാം ഇയാൾ ഒളിവിൽ പോയത്. പക്ഷേ ഒളിവിൽ പോയ ഇയാളെ കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊക്കെ ഇനി നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിൽ സംഭവിച്ചിരിക്കുന്ന ദോഷമാരൊക്കെ ആ 2 കുട്ടികൾക്കാണ്. അതിന് കാരണക്കാരി ആരാ? അമ്മയുമാണ്. കാര്യം അമ്മയാണല്ലോ ഈ രണ്ട് കുട്ടികളെയും ഇരുത്തിക്കൊണ്ട് ഈ കോമാളിയെ വിളിച്ച് കയറ്റിയതും മന്ത്രവാദത്തിൻ്റെ പേരിൽ ചെന്ന് കയറിയതുമൊക്കെ. എന്തായാലും അമ്മ അറിയാതെ ഇത്രയൊക്കെ നടക്കുമെന്നിട്ട് എനിക്കറിയില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി മക്കൾ പറയുന്നതെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അറിയില്ല, അമ്മയ്ക്ക് ഒരു ബന്ധമില്ല, അമ്മ അറിയില്ല എന്നാണ് മക്കൾ പറയുന്നത്. അങ്ങനെ തന്നെ എടുക്കാം, വിശ്വാസത്തിൽ അങ്ങനെ തന്നെ എടുക്കാം. എങ്കിലും ഈ അമ്മ ഇതുവരെ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ മക്കൾ ഇപ്പം ലാസ്റ്റ് ഗതികെട്ടപ്പോഴാണ് അമ്മയടുത്ത് പറഞ്ഞത്. അമ്മ എന്ത് ചെയ്ത് വേറെ അറിയിച്ചു, അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു, പോലീസ് പോയി അറസ്റ്റ് ചെയ്തു. എനിക്കിത്രേ പറയാനുള്ളൂ. ഇത്രയും ഒരുപാട് അനുഭവങ്ങൾ, ഒന്നും രണ്ടും ഒന്നുമല്ല, ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കേരളത്തിനകത്ത് തന്നെ നടന്നിട്ടുണ്ട്. മന്ത്രവാദത്തിൻ്റെ പേരിൽ ഇതുപോലെ പല തട്ടിപ്പുകളും പല പീഡനങ്ങളും പലതും അറിഞ്ഞിട്ടുണ്ട്. കൊലപാതകം വരെ നടന്നിട്ടുണ്ട് ഈ മന്ത്രവാദത്തിൻ്റെ പേരിൽ. എത്രയോ ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും പഠിക്കാത്ത ആൾക്കാരുണ്ടോ? ഇപ്പം ഇത് ഇത്രയൊക്കെ ന്യൂസ് കണ്ടിട്ടും പഠിക്കാതെ വീണ്ടും സ്വന്തമായിട്ട് കൊണ്ട് തലവെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇപ്പം ആ പ്രായമായ അമ്മയ്ക്ക് ഇപ്പോൾ സംഭവിച്ച അമ്മയാണ് പീഡിപ്പിച്ചെങ്കിലും അത് വേറെ രീതിയിൽ നടക്കും. ഇപ്പം 2 കുട്ടികൾ എന്ത് പിഴച്ചു? അതും പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ എന്ത് പിഴച്ചു? ആ കുട്ടികളുടെ ഭാവി എന്താവും? കടക്കൽ സ്വദേശിയാണവൻ, കടക്കലുള്ളവനാണവൻ. ശരത്ത് ബാബു, അവൻ്റെ പേരതാണ്, ശരത്ത് ബാബു എന്ന്. അവൻ്റെ ഫോട്ടോ ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരത് ബാബു എന്ന് പറയുന്ന കടക്കൽ സ്വദേശിയായ യവനാണ്. നിങ്ങൾ ബാക്കിയുള്ളവരെങ്കിലും ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്, എൻ്റെ വീഡിയോ കാണുന്നവർ ഇവനെ സൂക്ഷിക്കൂ. ഇതുപോലെ പല മന്ത്രവാദികളും, ഇവനെ പോലെ പല മന്ത്രവാദികളും പലതും പറഞ്ഞ് ഇതുപോലെ ഇരിപ്പുണ്ട് പല ഏരിയകളിലും. ഇതൊക്കെ നമ്മൾ ചെന്നുകൊണ്ട് തല വെച്ച് കൊടുക്കുക. ഇപ്പം തന്നെ ഇടയ്ക്ക് കുറച്ചാൾ മുമ്പ് അല്ലേ ഒരുപാട് മന്ത്രവാദങ്ങളും അതും ഇതുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വെഡ്ഡൂർ തന്ത്രി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ, ഇതുപോലെ പിടിച്ചല്ലേ, അതും ഇതുപോലെ പീഡന കേസായിരുന്നു. എത്രയോ അനുഭവങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും കണ്ടിട്ട് പഠിക്കാത്ത ജനങ്ങളോട് എനിക്ക് ഇത്രേ പറയാവുള്ളൂ, വീണ്ടും കൊണ്ട് തലവെക്കാതിരിക്കുക. അനുഭവങ്ങൾ പലതും കിട്ടുന്നുണ്ട്. സ്വന്തം മക്കളെ ഭാവി വരെ ഈ കണ്ടീഷനിൽ എത്തിച്ചു. എന്തായാലും ഈ കേസെടുത്ത് ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തു. ഇതിൻ്റെ കേസ് തെളിയണം. ഇതിലാരൊക്കെയാണ് കണ്ണികൾ, ഇവൻ്റെ പുറകിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ, ഇതിലാരൊക്കെയാണ് അവൻ്റെ കണ്ണികൾ എന്നുള്ളത് വ്യക്തമായിട്ട് തെളിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കേരള പോലീസ് കണ്ടെത്തും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും ചങ്കല മുത്തുമണികളെ, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. ഇതാണ് ഞാനിതിവിടെ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം, അടുത്ത ഒരു കണ്ടൻറ്റുമായി. ബൈ, ടേക്ക് കെയർ.